ബ്രോയിലർ ചിക്കൻ കറി വറുത്തരച്ചത്. ഓസ്ട്രേലിയയുടെ തനത്. ഓസ്ട്രേലിയയിലല്ല, ന്യൂസിലൻഡ്. എന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഭക്ഷണം കഴിച്ചപ്പോൾ തുടങ്ങാം, നമ്മളെന്നെ പുകഴ്ത്തി ഇത് മതി. നമ്മൾ ചിക്കൻ ഇതിക്കിരുന്നു കേട്ടാ. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം ഊറണം. കാറില്ലേ ഇടി വിട്ടാ എനിക്ക് തരില്ല. കഷ്ണം അധികം വേണ്ട. ഒരു കഷ്ണം. നിന്റെ വിരുന്നുകാരൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഒരു കോഴീനെയൊക്കെ കൊല്ലണമെന്ന് കൊന്ന് കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങയും കോഴിയും ഇട്ട് വറുത്തരച്ച് വെച്ചിട്ടുള്ള കൂട്ടാൻ പണ്ട് അമ്മയുള്ളപ്പോൾ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ആ പറമ്പിൽ ഇരുന്നിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം നാടൻ കോഴിയും വെച്ചിട്ടുണ്ട്, കുമ്പളങ്ങയും വെച്ചിട്ടുണ്ട്. സരിത ഓർമ്മയില്ല? വീഡിയോയില് കാണിച്ചിട്ടില്ലെന്നല്ലോ. വലിയൊരു കിളിപ്പന്നെ പറന്നുപോയി. കിളിയല്ല, ഇത്തിരി വലിപ്പമുള്ളൊരു സാധനം. അത് പോട്ടെ. അതെ, അവിടെ നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞായറാഴ്ചയിൽ ആഘോഷിക്കാലോ. ഭക്ഷണം കഴിച്ച ഞായറാഴ്ച ദിവസം ചിക്കനോ ബീഫോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറയും, വീഡിയോ എടുക്കണില്ലെങ്കിലും പറയും ഞായറാഴ്ച അല്ലേ, ഇതില്ലാണ്ട് പറ്റില്ലല്ലോ, ആഘോഷിക്കണ്ടേന്ന് പറയും. അങ്ങനെയല്ല, ഞായറാഴ്ച പച്ചക്കറി മിക്കവാറും ഞായറാഴ്ചകളിൽ പച്ചക്കറി ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഇട്ടാവും പോവുക. അപ്പൊ പറയും സാധാരണ എല്ലാ വീട്ടിലും അതൊക്കെ മേടിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ അത് വേണമെന്നൊന്നുമില്ലല്ലോ അല്ലേ സരിതേ, നമുക്ക് ഇതൊക്കെ പോരെ അങ്ങനെ പറയും. അതെ, ഇപ്പൊ എന്താണോ പറയണത് അതാണ് ശരി. ഇന്നിപ്പോ ചിക്കൻ ഉണ്ട്, ഒരു കുമ്പളങ്ങി ഇരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് വറുത്തരച്ചിട്ടുള്ള കോഴിയും കുമ്പളങ്ങിയും കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇതുവരയ്ക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ കോഴീനെ എങ്ങാനും കൊല്ലുമ്പോഴൊക്കെ കുമ്പളങ്ങി ഇട്ട് വറുത്തരച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ടേസ്റ്റ് ഉള്ളോ. ബ്രോയിലറിന്റെ ഒപ്പം വെക്കുമ്പോ രസം ഉണ്ടാവില്ല, പക്ഷെ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആകാംക്ഷ. നമ്മൾ ചില ഹോട്ടൽ ഇവിടേക്ക് പോകുമ്പോ വറുത്തരച്ച ഈ കോഴിക്കറി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാറുണ്ട് ഹോട്ടലുകളിൽ. അതുകൊണ്ട് അല്ല, അത് ഇങ്ങനത്തെ വെക്കുന്നു. അവർക്ക് കോഴികളെ എല്ലാവർക്കും നാടൻ കോഴിനെ കിട്ടണമെന്നില്ലല്ലോ. അല്ലാന്ന് വളർത്തുന്ന കോഴികളാവാലോ നമ്മളുടെ പോലത്തെ ക്രോയിലറില്ലേ. നമ്മുടെ നാടൻ കോഴിപ്പേര് തന്നെയാണ് എല്ലാത്തിനും. ഈ ചക്കയൊക്കെ ഇന്ന് തിന്നണത്, അസോളയും. അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാണ്. നാടൻ ചിക്കൻ കറി വറുത്തരച്ചത്. നാടൻ ചിക്കൻ കറി അല്ലട്ടാ, ബ്രോയിലർ ചിക്കൻ കറി വറുത്തരച്ചത്. പിന്നെ കുറേ നാൾ മുമ്പ് നമ്മുടെ ഇമ്രാൻ നമ്മുടെ സരിതാര ഏപ്രൺ ഈ ഇവിടെ വട്ടത്തിൽ കടിച്ചു മുറിച്ചല്ലോ. അപ്പോൾ മിനിഞ്ഞാന്ന് ന്യൂസിലാൻഡിൽ നിന്ന് സിംപ്സൺ ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് കമ്പനിട്ട അതുണ്ട്. സിംപ്സൺ എന്ന് പറഞ്ഞിട്ട് ആള് നമ്മുടെ വീട്ടിൽ വന്നിട്ടായിരുന്നു. അപ്പോൾ സരിതയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള അത് കണ്ടിട്ട് സരിതയ്ക്ക് ന്യൂസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏപ്രണാണ് ഇട്ടത് കാണിച്ചു കൊടുത്തത്. ഇത് വെച്ചിട്ടാണ് സരിത അമ്മി മരയ്ക്കാൻ പോണത്. നരക്കണല്ലേ കണ്ടാ. കിവി ഓസ്ട്രേലിയയുടെ തനത്. ന്യൂസിലൻഡിന്റെ ദേശീയ പക്ഷി കിവി കണ്ടാ. പിന്നെ ന്യൂസിലൻഡിന്റെ ചരിത്രമൊക്കെയാണ് എഴുതി വെച്ചാണ്, സമയം കിട്ടുമ്പോ വായിക്കാം. കണ്ടാ, എല്ലാം അറച്ചുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയേക്കണേ കണ്ടാ. സരിത ഇത് വെച്ചിട്ടാണ് ഇന്ന് മിളകരയ്ക്കാൻ പോണത്. ആള് പറയാം, നമ്മുടെ കോഴിക്കൂട് ഉണ്ടാക്കണ വീഡിയോ ഉണ്ട് പണ്ടത്തെ 7 കൊല്ലം മുന്നേ ഇട്ടിട്ടുള്ളത്. അതാണ് ആദ്യമായിട്ട് കണ്ടത്. അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ലാന്ന്, വിട്ട് കളഞ്ഞിട്ടില്ലാന്ന് എല്ലാം കാണുന്നു. എന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇതെന്ത് പെണ്ണത്, ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കി വരുമ്പോ ഞാൻ ആ സമയങ്ങളിൽ ലാസ്റ്റ് ടേസ്റ്റ് നോക്കേണ്ട സമയത്ത് മാത്രമേ വന്നോടുന്നുള്ളല്ലോ. വീഡിയോയിൽ ഫുള്ള് ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ. അപ്പൊ ഞാൻ വരുമ്പോ എന്നെ പറയും, അതെ ഞാൻ നോണയൊന്നും പറയില്ല ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലാട്ടാ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുള്ളൂ. അങ്ങനെ കുറേ ഭയങ്കര ജാടയില തുടക്കം തന്നെ വരുന്നിട്ട് കഴിച്ചു വീഡിയോ പറയും, അതിൽ അതില്ല ഇതില്ല, അത് കുറവ് ഇത് കുറവ്. അപ്പൊ അങ്ങനെ എന്നത് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറഞ്ഞു. സരിതയ്ക്കൊരു ക്രെഡിറ്റ് ഉണ്ട്, ആള് പറഞ്ഞു. അല്ല ഇതെന്ന് പറഞ്ഞ ക്രെഡിറ്റ് എന്ന് പറഞ്ഞില്ലേ. പിന്നെ വീഡിയോ കണ്ടിട്ട് എന്നെ ഇഷ്ടമായി, ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് മനസ്സിലായി. അപ്പൊ എന്നെ ഇഷ്ടമായി ആൾക്ക്. യൂട്യൂബ് ചാനലില്ല ഏതിലായാലും പാചക ഇതില് അപ്പോൾ എല്ലാവരും വായിൽ വെക്കുമ്പോൾ നന്നായി എന്ന് മാത്രമേ സൂപ്പർ അടിപൊളി എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ സരിതയാണ് അതിന് മാറ്റം കുറിച്ചത് 7-8 കൊല്ലം മുമ്പ്. അതിന് മുമ്പ് നമ്മൾ വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരാൾ പോലും അതിനുശേഷമുള്ള വീഡിയോകൾ എടുത്താലും ഞാൻ ഒരെണ്ണത്തിൽ പോലും ടേസ്റ്റ് ഇല്ല എന്ന് ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? വേറൊരു വീഡിയോകളിലും കണ്ടിട്ടാ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, വീഡിയോകളിൽ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവാണ്ടിരിക്കില്ല, ഉണ്ടാവും. നിന്നെ അനുകരിക്കാലോ, എന്നെ അനുകരിക്കാലോ, നമ്മൾ വേറെ ആളുകളെയും അനുകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ തുടങ്ങ്. പക്ഷെ ഉണ്ടാക്കുന്ന ആളുകള് അത് ആക്സെപ്റ്റ് ചെയ്യണം, ആ പറയണതിന്റെ കുറ്റങ്ങളും കുറവുകളും. എന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഞാനത് പറയണത് ഒരിക്കലും അത് എൻ്റെ കഴിവ് ക്രെഡിറ്റ് അല്ല,
ചേട്ടനത് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അല്ലേ അവിടെ അലമ്പ് നടക്കും, അടി നടക്കും, അടി നടക്കും. അപ്പൊ ഒരു വട്ടം എന്നെ വിളിക്കുള്ളൂ, പിന്നെ തൊട്ട് പറയും നീ വരണ്ടെന്ന് പറഞ്ഞു. എനിക്കത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന്, നല്ല അടിപൊളി എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ വീഡിയോയിൽ വന്നാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയണത് കട്ട് ചെയ്ത് കളയും. ആ സമയത്ത് തന്നെ പേളിമാണി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു ആദിവാസി ഇവിടെ പോയിട്ട് അവിടെ ഭക്ഷണം കഴിച്ചപ്പോ തുടങ്ങാൻ നമ്മളെന്നെ പുകഴ്ത്തിയത് മതി. അല്ല ഇത് പൂക്കടത്തിലല്ല കാര്യം പറഞ്ഞല്ലേ. അപ്പൊ ഉപ്പ് കൂടി ഇപ്പൊ കഴിച്ചു നോക്കിയപ്പോ ചേച്ചി ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിയിരുന്ന് അവിടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സരിത കുമ്പളങ്ങി ഞാൻ ആദ്യം നുറുക്കാൻ പോണത് കേട്ടാ. കുഞ്ഞു കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇടണം എന്നാണ് ചേട്ടൻ പറയുന്നത്. ഉള്ളിലെ ചിലപ്പോ ചോറ് കൂടുതലായിരിക്കും, കുഴപ്പമില്ല, അത് മുഴുവൻ എടുത്തോ, അത്രയ്ക്ക് തന്നെയുള്ളോ. വേറെ കുമ്പളങ്ങി ഇനി വീട്ടിലിരിക്കണ്ട? അല്ല വേണ്ടല്ലേ, ഇത് മതി. ഞാൻ കുമ്പളങ്ങ അവിടെ ഉള്ളപ്പോ വേറെ വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും ചേട്ടൻ നല്ല ചീത്ത കേൾക്കും. കുമ്പളങ്ങിയും കോഴിയും കഴിച്ചിട്ടുള്ളത്, കുമ്പളങ്ങി കൂട്ടാൻ കുമ്പളങ്ങിയും കോഴിയും കഴിച്ചിട്ടുള്ളത് ഇവിടെ പാലക്കാട് ഒരു കല്യാണത്തിന് പോയിപ്പോ നമ്മുടെ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് വെന്റിയില് സന്തോഷിന്റെ പെങ്ങളുടെ കല്യാണത്തിനാണ് പോയിപ്പോ കുമ്പളങ്ങ സാമ്പാർ പോലത്തെ കുമ്പളങ്ങയും ചിക്കനും. എന്ത് നല്ല കാറ്റാ. നമ്മുടെ എസ് ജാനകി അന്തരിച്ചു. അതെ, ചില പ്രതിഭകൾക്ക് പ്രായമാവുന്നതും അവര് മരിക്കണതും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കത് ഇഷ്ടമില്ല. അവർക്ക് പ്രായമാവരുത് ഒരിക്കലും. അവരെപ്പോഴും എങ്ങായിട്ട് തന്നെ നിൽക്കണം തോന്നും അല്ലേ ചിലവര്. ജാനകി അമ്മയുടെ ഒക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടെങ്കിലും നമ്മൾ ആളുടെ ഒരു പാട്ട് നമ്മൾ മൂളാണ്ടിരിക്കില്ല. അത്രയും ബെസ്റ്റ് പാട്ടുകളാണ്. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ജാനകി അമ്മയുടെ പാട്ടുകളുണ്ട്. എനിക്ക് ഇന്നത് തന്നെ പറയാനില്ലേ. അതെ, ശരിയാ. ഒരെണ്ണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് അല്ലേ. ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് കമന്റ് വായനയില്. ഏതാ പാടണ്ടേ? എന്തോരം പാട്ടുകളല്ലേ. നാഥ നീ വരൂ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആ പാട്ട് എനിക്കിഷ്ടമുള്ള പാട്ടുകളാട്ടോ അതൊക്കെ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പാട്ട്. പൂനുള്ളി പൂനുള്ളി കൈവീരൽ കുഴഞ്ഞല്ലോ, പൂക്കാരി മലരി നീയാർക്കു വേണ്ടി, മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാമക പൂജയിനിയാർക്കു വേണ്ടി, തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. കുറെ പാട്ടുകളുണ്ട്. ഉണരൂ വേഗം നീ സുമറാണി വന്നു ഗായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ. അങ്ങനെ അങ്ങനെ പാട്ടുകൾ. ചേട്ടൻ പക്ഷെ പാടാറ് വി.ഡി. രാജപ്പന്റെ അന്ന് മാത്രം. അയ്യോ അത് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അതുപോലെ വേറെ പാട്ട് എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ പാടാം. എൻ്റെ മടിയെന്നും
നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എൻ ജീവൻ താരാട്ടായി ഒഴുകേണമേ മധുകണം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീലതമേലേ മയങ്ങൂ നീ എൻ മടിമേലെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പോയി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ ഇത് ഇനി മതി ഇത് പാട് വന്നു പോകണി മാസം കണ്ണട വെച്ച അടിപൊളി പാടാം കുറെ പാട്ടാൻ ബോറടി ഇത് ഒക്കെ വേറെ പറഞ്ഞു ആളെ ഓർമ്മയ്ക്കായിട്ട് എന്ന് വിചാരിക്കൂ. അതെ, ഇന്നത്തെ എപ്പിസോഡ് ജാനകി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഒരു ഇത് പോയി, ഫ്ലോ പോയി. മറ്റൊന്ന് മുന്നത്തെ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ മലരേ തീൻ മലരേ മലരേ ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ വന്നു പൂവണി മാസം ഓ വന്നു പൂവണി മാസം വന്നു സുരബില മാസം മണിത്തമ്പുരുമീട്ടി കുരുവി താളം തുള്ളി അരുവി ആശകളും ചൂടി വരവായി ശലഭം വന്നുപോയി ആനന്ദഗീതാമോഹനം മലരേ തേൻ മലരേ മലരേ ഉണരു. എന്താ സങ്കടം വരുന്നുണ്ട്? ഭയങ്കര പാടുകയാണെങ്കിൽ കുറേ പാട്ടുകളുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ. തമിഴിലും ഉണ്ട് കുറേ പാട്ടുകൾ അല്ലേ? അതാണ് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ഡ്യൂറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലേ എന്ന് കൊറേ പേരിട്ടാ. അത് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു ഇന്റർവ്യൂല് അങ്ങോട്ട് ആള് പറഞ്ഞിട്ടില്ലേ ആ പാട്ടിനെ കുറിച്ച്? ആള് പാട്ട് നിർത്തി പോയതാണ് ആ പാട്ട്. അത് കഴിഞ്ഞിട്ടാണ് വിദ്യാസാഗറാണ് അതിന്റെ മ്യൂസിക്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു. ജാനകിയമ്മേരെ പോർഷൻ പാടി പോയി. എന്നിട്ട് ആൾക്ക് ഇഷ്ടമില്ലാണ്ട വന്നിട്ട് ജാനകി പാടിയത് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ ആള് നേരം വിളിക്കണ വരെ അത് പാടി എത്ര പാടിയിട്ടും ആൾക്ക് പെർഫെക്ഷൻ കിട്ടണില്ലാന്ന്. ആ പാട്ട് പഠിച്ചിട്ടില്ല ആള്. പാട്ട് ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുള്ളത്, അല്ലാണ്ട് സംഗീതം പഠിച്ചിട്ടില്ല അവരൊന്നും. കർണാട്ടിക് മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല. അതാണ് റിയൽ പ്രതിഭകൾ അല്ലേ? ഞാൻ വെറുതെ പാടിയതാട്ടാ വരികള്. എന്നെ ഇതാക്കരിക്കോ, എന്താ പറയാ, കുറ്റപ്പെടുത്തരുത്. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയണ പോലെ വെറുതെ ഇങ്ങനെ പാടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ സംഗതികളും ശ്രുതിയും താളവും ഇതുങ്ങളൊന്നും നമുക്കറിയില്ല. വേണം. കുമ്പളങ്ങ വലിയ കഷ്ണങ്ങളാക്കി. അത് പാകം അത്രയും കുമ്പളങ്ങ വേണം. ഒരു മഴയുടെ ലക്ഷണം ഉണ്ട് കേട്ടോ തരുതാ. മഴക്കാർ ഉരുണ്ടുകൂടി തുടങ്ങി. പണ്ടല്ല ആദ്യം ഞാൻ പറയും ഫ്ലാറ്റിൻ്റെ മുകളിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടി എന്ന് പറയും ആദ്യം. ആ ഫ്ലാറ്റിൻ്റെ അവിടെ ഫ്ലാറ്റ് കാണാനില്ലേ? അവിടെയൊക്കെ നിറയെ മരങ്ങൾ വന്നു. പിന്നെ കുറേ വീടുകൾ, അങ്ങനെ കുറേ ഇതൊക്കെ വന്നു. ആ ഫ്ലാറ്റിലൊക്കെ താമസമായിട്ട് ആളുകൾ
കുമ്പളങ്ങ കഴുകട്ടെ കേട്ടോ. ഓ ഇപ്പം തട്ടിപ്പോവും. അല്ല വെള്ളപ്പം തട്ടിപ്പോന്ന് പറയാ കണ്ട. ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കഴുകാനൊക്കെ തുടങ്ങിയ നമ്മൾ വെള്ളം കൊണ്ട് കുറേ കളികളൊക്കെ കളിക്കും. അമ്മയെ തന്നില്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നിലേക്കൊക്കെ ആക്കി ഉറുമ്പുകളൊക്കെ നടന്നു പോകണമെങ്കിലേ ഉറുമ്പുകളുടെ മേത്തേക്കൊക്കെ വെള്ളമാക്കിയിട്ട് അവരുടെ മേത്ത് ഇപ്പം എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരുടെ ഉപദ്രവിക്കുന്നത് നമ്മൾ ഉറുമ്പുകൾ. എന്നിട്ട് ആ വെള്ളത്തിൽ ഇതിങ്ങനെയാണ് പോകുമ്പോഴേ അതിൽ ഒലിച്ചു പോണത് അങ്ങനത്തെ കുറേ ഇതുകളൊക്കെ ചെയ്യുന്നു പരിപാടികളൊക്കെ. അപ്പം അമ്മേരെ കയ്യിൽ തെറി കേൾക്കും, വേഗം കഴുകി കൊണ്ടുപോകാൻ പറയും. അതിൻ്റെ ഒപ്പം മുന്നിലോ പിന്നിലോ ഒരു ഉഗ്ര സാധനം വെച്ചിട്ടുണ്ടാവും, ഒരു ഗുണ്ട് കഴുകിണ്ട്. ആദ്യം കുമ്പളങ്ങ വാട്ടാൻ പോകണമെന്ന് അതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കണം, അല്ലെങ്കിൽ കൂട്ടാൻ വെള്ളം അറിയാം. ഒഴിച്ചിരിക്കും. ഇല്ല വെള്ളമില്ല, അതല്ല വലിയ ഇതിപ്പോ ഇളക്കുമ്പോ പുറത്തീ പോവല്ലോ. അപ്പം അത് കിളക്കിയാൽ മതി. ഇതുകൊണ്ട് ഇളക്കുക, അതുകൊണ്ട് ഇളക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇളക്ക് ഈ മൂർച്ച വേണം, നേരെ ഇളക്കാൻ പറ്റില്ല. കുറച്ചതിൻ്റെ ഇളക്കി വാങ്ങിയാൽ മതി, അത് ചെറുതാവും. ഇപ്പം ഇളക്കണ്ട. നമ്മുടെ ഈ മതിലിൻ്റെ സൈഡിൽ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുറേ കടലാസ് റോസ വെച്ചിട്ടുണ്ട് കണ്ട. അതൊക്കെ പൊടിച്ചു കണ്ട, ഇത് പൊടിച്ചു. വെറുതെ കൊണ്ടത് ചേട്ടൻ വെച്ചതല്ലേ, ഇത്രയും കനളത് പൊടിക്കാവൂന്ന് പറഞ്ഞിട്ട്. ചേട്ടാ ഇത് ഇങ്ങനെ വെട്ടണേനേക്കാൾ അതൊക്കെ വലിച്ച് ഇതാക്കാൻ നല്ലത്. വള്ളികൾ ഇപ്പുറത്തേക്ക് ചേട്ടാ അതൊക്കെ വലിച്ചങ്ങോട്ട് ഇടാൻ നല്ലത്. ആ വലിക്ക് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുറിച്ചത് നിലത്തേക്ക് വീഴും, നിലത്തുനിന്ന് ചേട്ടൻ പിന്നെ വാരിക്കളയോ. അല്ല ഇങ്ങനെ ഇടാൻ പറ്റില്ല, അവരെ പറമ്പിൽ നിന്ന് വരുന്നത്. നമ്മളാണെങ്കിൽ ചാർലിയും ഇമ്രാനും ചാടാണ്ടിരിക്കാനായിട്ട് ആണി വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതുമ്പോൾ കൈ വെക്കാനും പറ്റില്ല. ഇത് മാത്രം പൊടിച്ചിട്ട് തരുക, ഇതൊക്കെ പൊടിച്ചു. ഇത് വലുതായി കഴിഞ്ഞാൽ ഇവർ ചാർലിക്ക് ഇമ്രാനും ഇവിടെ ചാടാൻ പറ്റിയില്ല. ഇപ്പോൾ ചാട്ടൊന്നുമില്ല, ഇവർ മറന്നൊന്നുകൊണ്ട് എന്തിനാവോ. കന്നിമാസം വന്നാ നോക്കിയോളോ ചേട്ടാ, എന്തൊട്ട് തടസ്സം വെച്ചാൽ അവരത് മറികടന്ന് ചാടി പോവും. കന്നിമാസം വന്നോന്ന് അറിയാനായിട്ട് പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ. മഴ തൂടി കഴിഞ്ഞു, പിന്നെയൊക്കെ മഴ തൂണ്ട്. മഴ ചാറിയ മഴ പെയ്യുണ്ട്. ഞാൻ ഈ മഴ എന്തിനു കൊള്ളണത്. നമ്മുടെ ഇത് കണ്ട ചുരുങ്ങി വരുന്നുണ്ട് ചെറുതായി, കഷ്ണങ്ങളൊക്കെ ചെറുതായി വെക്കാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട്. അപാര ടേസ്റ്റുള്ളൊരു കൂട്ടാനായിട്ടത് കോഴിയും കുമ്പളങ്ങയും. നമ്മൾ കാണുമ്പോൾ ചോദിക്കുക അയ്യേ കുമ്പളങ്ങയും കോഴിയും, അത് ഭയങ്കര രസമുള്ളതാ. നാടൻ കോഴിയിൽ വയ്ക്കണം കേട്ടാ, നമ്മൾ നാടൻ കോഴിയിലാണ് വെച്ചിട്ടുള്ളത്. ഈ ലെവലായിട്ടാ കുമ്പളങ്ങ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം എടുക്കണം. ചെറുതായിട്ടുണ്ട്, കളർ മാറി. അതെനിക്ക് ചെറിയ വേണമെങ്കിൽ എടുത്തിട്ട് വേണ്ടല്ലോ. വെളിച്ചെണ്ണ അടിയിൽ വെളിച്ചെണ്ണയിൽ വെള്ളം ഉണ്ടാവും. വെള്ളം ഉണ്ടാവില്ല നീ കുമ്പളങ്ങന്നുള്ള വെള്ളേ അതൊക്കെ വറ്റിപ്പോയിട്ടോ. ശരി ഞാൻ ആക്കണ എന്ത് കൂറ്റിയെടുത്ത് തരണേ. കഴിഞ്ഞപ്പോഴാണോ ചോദിക്കണം? ഒരു കുമ്പളങ്ങ നിലത്ത് വീണം, അതെനിക്ക് കേൾക്കണം. നിലത്ത് വീണ വേണ്ട. ഇനി നമ്മളിതിൽ ഇടാൻ പോണത് കുറച്ച് മിളക്, വറ്റൽ മിളക് ഇട്ടാൽ മുഴുവനിട്ട് അധികമാവോ? എരിവുണ്ടാവണ്ടേ. പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് ഒരു 5-6 കാശ്മീരി മിളക് ഇട്ടുണ്ട് കേട്ടോ. എരിവുണ്ടെങ്കിലേ തീർന്നൂട്ടാ ചേട്ടാ. കാശ്മീരിക്ക് എരിവില്ല. ചില കാശ്മീരി മുളക് നല്ല എരിവാ മുഴുവൻ മുളക് വാങ്ങിക്കണത്. കാശ്മീരി മുളക് പൊടി വാങ്ങിക്കില്ലേ, അതിന്റെ ഒരു എരിവില്ല, കളർ മാത്രമല്ലോ. പിന്നെ മല്ലി ഇട്ടാ ഇതെടുത്തിട്ട് ഇത് ആക്കിയെടുത്തിട്ട് അല്ലേ ചിലപ്പോ ഇതാവും. കാരണം ഫ്രൈ ആവട്ടെ, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിയിൽ വരും. ചീഞ്ചട്ടി അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഇളക്കണം. മതി എടുക്കാറായി. ആയി എടുത്ത് തുടങ്ങിയപ്പോ മിളക് കോരിയെടുക്കുന്നു. ഇനി ഇതിലേക്ക് മല്ലി, പെരിഞ്ജീരകം, കറുവപ്പട്ട, കരയാമ്പു ഈ വക സാധനം കേട്ടാ. മുഴുവൻ മല്ലിന്ന് അതെടുത്ത് കഴിഞ്ഞിട്ട് നാളെ ഇട്ടാൽ മതിയില്ലേ? മതി. പണ്ട് കാലത്ത് വീടുകളിൽ കൂട്ടാൻ വയ്ക്കുന്നതിൻ്റെ മണം വന്നു തുടങ്ങിയപ്പോൾ. ഇപ്പോഴൊന്നും ഇങ്ങനെ വറക്കണ മണമൊന്നും അങ്ങനെ അധികം വരാറില്ല. എടുത്തുട്ടാ ഇതിലേ കുറച്ച് കുരുമുളകും കൂടി ഇടേണ്ടതായിരുന്നു. ഭയങ്കര ചൂടുണ്ട് ചീഞ്ചട്ടി. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
നാളികേരം ഇടുന്നു കേട്ടാ. ഇതേ നാളികേരം ഇടാ ശരിക്കും ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരളവിൽ മൂട്ടി കിട്ടാനായിട്ട് പെട്ടെന്ന്. ഈ നാളികേരത്തിലേക്ക് ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, അത് കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഇല്ല, പിന്നെ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, പിന്നെ വെളുത്തുള്ളി ഇത്രയൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടേതൊരു വേപ്പിലയും കൂടി കേട്ടോ. ഇതേ എനിക്ക് കുറച്ച് വേപ്പില ഞാൻ തീ കത്തിച്ച് തരാം. നാളികേരം വറവായി കൊണ്ടിരിക്കുന്നു കേട്ടോ. സാരിത ഈ സാധനം നീ പരച്ച് കഴിക്കാനാ മീമേ? ഇതും ഇതൊക്കെ കൂടിയിട്ട് ഇതരയ്ക്കാൻ കൂടുതൽ സമയം എടുക്കാന്ന്. ഇത് പിന്നെയും ഈ ഒരു കാര്യം ചെയ്തോ, മിക്സിയിൽ അരച്ചു വേണോ? നമ്മള് അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചെയ്താലോ? മറ്റേത് ഏതാ? മറ്റേ സാധനം ഏതാ പറയും? ഏതാ മറ്റേ ഇത് ഏത് ഇതിട്ടിട്ട് എന്തിനാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും ചേട്ടന്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോട്ടെ. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? പറയേ. അതായത് കുറച്ച് നമ്മൾ അമ്മിയും അരയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ വാരിയെടുത്തുകൊണ്ട് മിക്സിയിൽ അരച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും അമ്മിയിലേക്ക് അത് ഇടുന്നു. എന്നിട്ട് ആളുകളോട് പറയുന്നു അങ്ങനെ ദീർഘമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ഇത് അരച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. കുറച്ച് വെള്ളമൊക്കെ എൻ്റെ മേത്തൊക്കെ തെളിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കണതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ചാലോ എന്നാണ് ഞാൻ ചോദിക്കണത്. വേണ്ട വേണ്ട, ഇതേ വേഗം അത് ഏപ്രിലിൻ്റെ നമുക്ക് പിന്നെ നമുക്ക് കാണിക്കാം. എന്തിട്ട് കാണിക്കാം? ഏപ്രിലിനെ വെച്ചിട്ട് അരക്കുന്നത്. ഓ അങ്ങനെ കാര്യമല്ല. എടുക്കാം. ചേട്ടൻ ഇതിങ്ങനെ ചെരിച്ചോ? ഞാൻ ഇത് ഇരിക്കിടാം. ഞാൻ ശരിക്കും അതിന് കോരി കോരി ഇതെടുക്കണം കേട്ടാ. ഇരിക്കുന്നു. ഇത് എല്ലാം കൂടി അറിയാണെങ്കിലേ ഇപ്പോഴൊന്നും ആവില്ല. അപ്പം മിക്സിയിൽ അരയ്ക്കാൻ കൊണ്ടുപോകട്ടാ. ഒന്ന് ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് വേഗം അരച്ച് പോകണം. വേണ്ട, നമ്മൾ ആവി പോണ്ട്. ചൂടാറിയിട്ട് ഞാൻ അരച്ചിട്ട് വരാട്ടാ. അരച്ചു കൊണ്ടുവന്നാ? അരച്ചു കൊണ്ടുവന്നു. അപ്പോൾ ചട്ടി എടുക്കാം. എനിക്ക് ഒരു ഡൗട്ട് എന്തിട്ടാണെന്നറിയോ? ഇത് കൂടുതലാണെന്ന്. ഈ മസാലകളും അരപ്പും ഇതൊക്കെ ഇത്ര ഉണ്ട്. കണ്ട ഇത്ര ഉള്ള ചിക്കൻ, ഇത്ര ഉള്ള ചിക്കൻ. അത് തൂക്കണ്ട്. കുമ്പളങ്ങി കുമ്പളങ്ങി കുറച്ചല്ലോ ഉള്ളു. അതൊക്കെ ഉണ്ട്. നീ ഇതിലേക്ക് ചേർത്ത അടിപൊളി ചിക്കൻ ഇട്ടോ. നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇടുന്നു കേട്ടാ. ചെറിയ പീസുകളാക്കിയിട്ട് ആക്കണം കേട്ടാ. നമ്മുടെ ഈ അരപ്പ് നമ്മൾ ചേർക്കുകയാണ്. ഇളക്കണം, കൈ കൊണ്ട് ഇളക്കണം. അവസാനം കഴുകിയിട്ടാ മതി. ചേട്ടൻ വെള്ളം എടുത്തിട്ടുണ്ട് ചേട്ടാ. നമ്മുടെ ഇതിലേക്ക് കല്ലുപ്പാണ് ഇടുന്നത് കേട്ടാ. കല്ലുപ്പ്. ചേട്ടൻ മഞ്ഞപ്പൊടി എടുത്തിണ്ടാ? മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലേ? മഞ്ഞപ്പൊടിയാണ്. ചേട്ടൻ എപ്പോഴും പറയില്ലേ പണ്ടൊക്കെ ഇത്രം പോകുന്ന കഷ്ണം മഞ്ഞൾ അരയ്ക്കും. ഒരു മിനിറ്റ് അങ്ങനെ പറയാറില്ലേ? കുറച്ച് നേരത്തെ കൂടി പറയാൻ കേട്ടല്ലോ. മഞ്ഞൾപ്പൊടി വേപ്പില ഇടുന്നു, പച്ചമുളക് ഇടുന്നു. ഈ കൂട്ടാൻ്റെ കാര്യം എന്താവും എനിക്കറിയില്ല. കാരണം അത്യാവശ്യം മറ്റേ മുളക് വറുത്തരച്ചിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഒന്നും വേണ്ടി വരില്ല ചേട്ടാ. മിക്കവാറും നല്ല എരിവുണ്ടാവണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ചേട്ടാ. മഞ്ഞൾപ്പൊടി ഇരുന്നു പറയ് ചേട്ടാ. അത് പണ്ടൊക്കെ സാരിത് പറഞ്ഞേ. ഞാൻ എപ്പോഴും പറയും പണ്ടൊക്കെ മഞ്ഞളുടെ ഒരു പീസാണ് വെച്ചിട്ട് അരയ്ക്കുക. ഇതേ ഒരു തക്കാളി ചേർക്കണം കേട്ടോ. തക്കാളി നമ്മൾ അതിൽ ചേർക്കാത്തതാണ്, പക്ഷെ നമ്മൾ ചേർക്കണം. ഇനി എല്ലാം കൂടി തിരുമിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാലോ? വെളിച്ചെണ്ണ അത് മറന്നു. ഇനി ഇത്തിരി ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മൾ ഇതിൽ വേറെ ഒന്നുമില്ല വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇല്ലാന്നാ? നാളികേരം വറുത്ത വെളിച്ചെണ്ണ. അത് കുറച്ചല്ലോ. സാധനം സൂപ്പറാവണ്ടേ? ഇനി ഇത് നമ്മൾ മിക്സ് ആക്കുന്നു. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം ഊറണം ഈ കൂട്ടാൻ കണ്ടിട്ട്. ഇത് നാടൻ കോഴിയാണെങ്കിലാണ് ഒരു പെടേനെ തട്ടായിരുന്നു.
ചേട്ടന് കോഴീനെ ഇപ്പൊ കൊറേ കൊല്ലറ്റ് കാരണം അവരായിട്ടൊരു ആത്മബന്ധം വന്നു കൊല്ലാൻ തോന്നുന്നില്ലേ അല്ലേ? പെടകളാവുമ്പോഴേ നല്ലോണം നെയ്യ് ഉണ്ടാവും. കുറച്ച് സമയം ഇങ്ങനെ വെക്കണ വെക്കുന്നു വേണ്ട നീ വെക്കാൻ പക്ഷെ നമ്മൾ വെക്കണമെന്നില്ല ഇനി കാരണം കുറേ സമയമായി 12 മണിയായിട്ടുള്ളോ? അല്ല 12 മണിയായാലും എന്തിട്ടായാലും കുഴപ്പമില്ല, നമുക്ക് കൂട്ടാൻ വയ്ക്കുക, അടുപ്പത്ത് വയ്ക്കുക. ഈ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കാം. മതി. പെട്ടെന്നാവും നമ്മുടെ ഈ കോഴിയേരം പെട്ടെന്നാവില്ല. ഞാൻ ഓടി പോയിട്ട് എൻ്റെ കൈ സോപ്പിട്ട് കഴുകട്ടെ. അത് ഒരു മിനിറ്റ് അടുപ്പത്ത് വയ്ക്കാൻ പോകട്ടെ. അയ്യോ മൂടിയിലത്തെ തുടച്ചിടാം. സൂപ്പർ പരിപാടിയുണ്ട്. ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ, നമ്മൾ മൂടി വയ്ക്കുന്നു കേട്ടാ. നമ്മളത് തിളവന്നു കേട്ടാ. ഇതിൻ്റെ ചാറില്ലേ ഇടിവിട്ടായിരിക്കട്ടെ തരുതാ. ഇടിവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങി വേഗടാട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി കുമ്പളങ്ങി കുറച്ച് നേരം തിളക്കിട്ട് എന്നിട്ട് കുമ്പളങ്ങി, കാരണം ഇത് ചിക്കൻ വേഗം വേവില്ലോ. ഇപ്പം നമ്മൾ ചിക്കൻ വെച്ചിട്ട് കുറച്ച് സമയട്ടാ കുമ്പളങ്ങി ഇട്ടാൻ തരുതാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ആവണ സാധനമാണ് കേട്ടോ. അത് മതി. നമ്മൾ ഇങ്ങനത്തെ ചിക്കൻ വെച്ചിട്ട് ആദ്യമായിട്ടായിരിക്കട്ടാ. ശരിക്കും നാടൻ കോഴി പോലെ ഉണ്ടല്ലേ പരിപാടി ഇല്ലേ? നാടൻ കോഴി പോലെ ഒന്നും ഇല്ല. നാടൻ കോഴി ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേലെ നെയ്യ് ഇങ്ങനെ നിറഞ്ഞുണ്ടാവും അല്ലേ? അതുണ്ടാവും. മൂടി വയ്ക്കല്ലേ എന്നാലും ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് പിന്നെ തുറന്നിടാം. വെന്തുണ്ടാവും അല്ലേ? വേവും പെട്ടെന്ന് വേവില്ല ചിക്കൻ. ചെറിയ പീസുകളാ നമ്മള് ആക്കി കുമ്പളങ്ങി ഒരു വിധം വെന്തുണ്ടാവും. നമ്മള് കുറെ സമയം വാട്ടിയതല്ലേ വെളിച്ചെണ്ണയില്. ചിലത് ഇടാൻ മറന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. കുരുമുളകാണ്. കുരുമുളകിന് വേണമെന്നില്ല. ചാറ് നോക്കി എരിവുണ്ടോ? അത്യാവശ്യം എരിവുണ്ടാവും. എരിവ് കറക്റ്റിനായിരിക്കും. മിളകൊക്കെ നമ്മൾ കറക്റ്റാണ്. അല്ല മിളകൊന്നും അധികമില്ലേ, 10-16 മിളകുള്ളോ. എനിക്ക് ആ കാശ്മീരി മുളകിന്റെ കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. അത് എരിവുള്ളതാണെങ്കിൽ പെട്ടു. അത് 3 എടുത്തുള്ളോ? 3 എന്നല്ലേ? അതെ, ഒരെണ്ണം വണ്ടന ഒരെണ്ണം ഇത്രയും നീളുണ്ട്. ഒരു വട്ടം നന്നേ പള്ളിപ്പുറത്തേക്ക് പോയിട്ടേ അവിടെ മറ്റേ വടാപ്പാവ് അല്ല പാവ് ബാജി അങ്ങനത്തെ സാധനമൊക്കെ ഫ്രീ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മുഴുവൻ ആയിട്ടുള്ളത് വാങ്ങിച്ചു. എന്നിട്ട് ഓർമ്മയുണ്ടായി എരിഞ്ഞിട്ട് നിക്കാൻ പറ്റാണ്ട് ഈ കാശ്മീരി മുളക് വെറുതെ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ടാണ് അതിന്റെ എന്തൊട്ട് അവള് ഉണ്ടാക്കിയേ. ദൈവമേ, അതിന്റെ എരിവ് പോവാണ്ട് എനിക്കത് കാരണം ഈ പിരിയമുളക് ഒരു പേടിയുണ്ട് എരിവുള്ളതാണെങ്കിലേ. ചേട്ടൻ എന്താ അങ്ങനെ തോന്നാൻ? അത് ചേർക്കണം കളർ കിട്ടാനാ? കളറ് ഒരു ഭംഗിന്റെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ചെയ്തതാ. നമുക്കിടയ്ക്ക് ഓരോ തോന്നലിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാവുക. അതെ, തുറന്നു വയ്ക്കുന്ന നീ തുറന്നു വെച്ചാൽ മതിയാ. എന്തുണ്ടാവോ? കോഴി വേവട്ടെ. ഒരു ലോഡ് ചാറുണ്ട്. ആ ചാറിനാണ് കാശ്. അമ്മീമ്പിലും കൂടി അരച്ചു കഴിഞ്ഞാൽ മിന്നിച്ചേനെ. അതെ, അരക്കായിരുന്നു അല്ലേ? ഇപ്പോഴും കഴിയില്ല. അവിടെ വെയില ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അരക്കല്? അതിൻ്റെ മഴ പെയ്ത് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓടേണ്ടി വരും. ബ്രോയിലർ അല്ലേ അല്ലേ? നാടൻ കോഴി അല്ലല്ലോ. അതന്നെ, നാടൻ കോഴി ആകുമ്പോൾ അങ്ങനെ ചെയ്യും. നമ്മൾ നാടൻ കോഴി ആ പറമ്പിലിരുന്ന് വെച്ചിട്ടുണ്ട് അമ്മയ്ക്കായിട്ട്. അമ്മയ്ക്ക് നാടൻ കോഴി എന്തൊരു ഇഷ്ടമാണെന്നറിയോ? നാടൻ കോഴിയും പിന്നെ പോർക്കിറച്ചി, ഇത് രണ്ടും അമ്മയ്ക്ക് ജീവനാ. നന്നായി കഴിക്കും ചെയ്യും അത്. ഈ 2 സാധനങ്ങൾ. പോത്തിറച്ചി കഴിക്കില്ല. നന്നായി തിളക്കുന്നുണ്ട് കണ്ട. അടിപൊളി, നല്ല ചാറ്. ആളുകൾ ചോറിനേക്കാളും അത് വല്ല പൊറോട്ടയാ ചപ്പാത്തിയാ. ചോറിന് രസം. ആളുകൾ ഇങ്ങനെ വെക്കാൻ മെനക്കെടാറില്ലേ? മെനക്കെടില്ല ഇങ്ങനത്തെ വെക്കാനായിട്ട്. ആർക്കാണ് ഇപ്പൊ ഇങ്ങനെ വെക്കുന്ന നേരം പറയാൻ പറ്റില്ല അല്ലേ? അല്ല, നമ്മളിപ്പോ വീഡിയോ എടുക്കണില്ലെങ്കിൽ ഇപ്പൊ കോഴി ഇങ്ങനെ വെക്കുവോ? ഇല്ല, മറ്റേതോണം തന്നെ വെക്കില്ല ചെയ്യുള്ളൂ. വെറുതെ പോണി സാധനങ്ങളൊക്കെ വഴറ്റി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. തുറന്നു വെച്ചാൽ നീ എന്ത് ഉടയണ്ട, തുറന്നു വയ്ക്കാം. ഈ ചിക്കൻ പെട്ടെന്ന് ആവില്ല, വെന്തുടയില്ല. അതുകൊണ്ടാണ് കേട്ടാ ഇങ്ങനെ തിളക്കട്ടെ. എണ്ണ തെളിഞ്ഞ് വരും. കാച്ചണത് ഉള്ളി കാച്ചണ
ലാസ്റ്റ് ഉള്ളി കാച്ചണ്ട, ഒന്നും കാച്ചില്ല. അങ്ങനെയല്ല പറയണ്ടേ, കാച്ചലും ഗീച്ചലൊന്നും വേണ്ടെന്ന് പറയണത്. അതാണ് ചേട്ടന്റെ ഭാഷയിൽ അങ്ങനെ പറയണത്. അല്ല, ഉള്ളി കാച്ചി കഴിഞ്ഞാലേ അതിന്റെ ഇപ്പോഴുള്ള എൻ്റെ തനതായ ഒരു ടേസ്റ്റ് പോവും കുറച്ച്. അല്ല, നാടൻ കോഴിയാവുമ്പോ അങ്ങനെയല്ല ചെയ്യാ. പണ്ട് കാച്ചും, അതിന് വരുന്ന അതൊന്നും വേണ്ട. നമ്മുടെ കൂട്ടാൻ കേട്ടാ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കൂട്ടാനായിട്ടാണ്. നമ്മൾ ബ്രോയിലറൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്ലാമറിൽ കൂട്ടാൻ കിട്ടില്ല. നമ്മൾ ഇറക്കാൻ പോവാണ്. ഉപ്പും ഇതൊക്കെ കറക്റ്റാണ് കേട്ടാ. കല്ലുപ്പാണ് ചേർത്ത്. കല്ലുപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇളക്കി കാണിച്ചു തരാം. കുമ്പളങ്ങ ഇങ്ങനെ വേവാത്ത പോലെ തോന്നിക്കും, പക്ഷെ അത് ഉറപ്പില് കുമ്പളങ്ങ വേവാൻ എന്തോരം സമയം വേണം? അത് അങ്ങനെ അല്ല. കിടക്കണം. കുമ്പളങ്ങ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ വഴത്തിയേ. ആ കുമ്പളങ്ങ കഷ്ണം തിന്നാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ചോറ് എടുത്തിട്ടില്ലേ? എടുക്ക്. എന്തിട്ട് ഇവിടെ ഒരു വട്ടം അത് കൂട്ടാൻ ചാറ് എങ്ങനെയാണ് മേത്തി തെറിച്ചു. തെറിച്ചതാ. അതായത് ഭക്ഷണം ഇങ്ങനെ അതിൻ്റെ ഉപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യുമെന്ന് ഇങ്ങനെ തെറിച്ച് ഇവിടേക്ക് വീണു. അപ്പോൾ ഒന്ന് കഴുകി. അതാണ് സംഗതി. അപ്പോൾ നമ്മൾ ഇത് നാടൻ കോഴിയാണെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലേക്ക് അപ്പുറത്തേക്ക് എത്തിയാണ് ഈ സാധനം. ടേസ്റ്റ് തന്നെ. ചാറുക, കഷ്ണം തീയും വേണ്ട. പപ്പടം കാച്ചണം ഇതിലേക്ക്. ഞാൻ വേണമെങ്കിൽ ഓടിപ്പോയി കാച്ചിട്ട് വരാം. പപ്പടം ഇരിക്കുന്നുണ്ട്, ചൂടാറുമ്പോഴേക്കും വേണമെങ്കിൽ കാച്ചിട്ട് വരാം. സമയം കുറേ പിടിക്കുമോ? ഓ, 2 പപ്പടം കാച്ചിട്ട് ഓടിയോ? പപ്പടം കാച്ചണ സമയം മതി എന്ന് പറയില്ല അല്ലേ ചേട്ടൻ? അപ്പം അതിനെന്തോരം സമയം വേണം? ജയകുഞ്ഞി വിളിച്ചോ? പപ്പടം കുറച്ച് നാളെ എത്തിയതായ കാരണം ഉണ്ടേ, ജഗ്ഗുവിൻ്റെ പിറന്നാളിന് വാങ്ങിച്ചതായ കാരണം പോളയൊന്നുമില്ല. ചൂടാറിയില്ലേ? ഒരു പപ്പടം എന്താ പോക ഇവിടെ? അത് ഞാൻ വിറകെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചാരനാ. ഒരു പപ്പടം വരിക്കും. നീ സ്റ്റൂഡിട്ട് വേണമെങ്കിൽ ജഗ്ഗുവോ? ജഗ്ഗുവിനെ വിളിച്ചിട്ടുണ്ട്. ഓ, തീ ഭയങ്കര കത്തലായില്ലപ്പോ. അതങ്ങില്ലെങ്കിൽ അങ്ങനെയാണ്. ഞാൻ എരിവൊക്കെ നോക്കി, എനിക്ക് എരിവ് കറക്റ്റായിട്ട് തോന്നിയേട്ടാ. ആളുകളെ കൊതിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരു സ്വല്പം ഉപ്പും കൂടിയാവാം. ചോറുപ്പില്ലാത്ത തരണ കൂട്ടാൻ ചാറ് കൂട്ടാൻ തെരഞ്ഞെടുക്കുമ്പോ ഉപ്പുണ്ട്. ഉപ്പിടണ ഇനി ഉപ്പിടണ്ട, കാരണം ചോറ് നമ്മൾ ഉപ്പിടാണ്ടാണ് ആക്കണതേ അല്ലേ? ഇതാ ജഗ ഓടിയുണ്ട്. ഉരുളക്കിഴങ്ങല്ല, കുമ്പളങ്ങ. എന്താ എരിവുണ്ട് കേട്ടാ. കറക്റ്റ് അല്ലേ എരിവ്? അതിൻ്റെ കളറാണ്. നീ നോക്കിയാ ഭയങ്കര ടേസ്റ്റാ. പക്ഷെ ചിക്കൻ കഴിക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇറച്ചി നല്ല രസമാണ്. ചെറിയ പീസുകളാക്കിയാരണേ ജഗ് കഴിച്ച് നോക്കിയാൽ ഒരു കഷ്ണം. അയ്യോ, ഇതിലത്തെ ഒരു പപ്പടോ. അടിപൊളി പരിപാടി കേട്ടത്. അതെ, കുറച്ചൊന്ന് നമ്മൾ മെനക്കെട്ടാൽ ഇതുപോലത്തെ ഒരു കൂട്ടാൻ കഴിക്കാം. നല്ല രസമല്ലേ? ജഗ്ഗുവിനെ മൈക്ക് വെച്ച് തരാൻ പറഞ്ഞു. നിന്റെ ശബ്ദം കേൾക്കണം എന്ന് എല്ലാവർക്കും. സംസാരിക്കാൻ കുറച്ച് നേരം എന്തൊരു പറയാനേ, നല്ല രസമുണ്ട്. എരിവ് അത്രയ്ക്കൊന്നുമില്ല. എരിവ് അത്രയ്ക്കൊന്നുമില്ല. സാരിക്കണേ നിനക്ക് എരിവ് തോന്നിക്കുന്നത് ഒരു പൊടിക്കൂല എരിവ്. നല്ല രസമുണ്ട്. അല്ല, സാധാരണ ഇങ്ങനത്തെ നോൺ വെജ് ഐറ്റംസിൽ കുറച്ച് എരിവ് ആക്കണം, വേണം അല്ലേ? ഇത് കറക്റ്റ് എരിവ് അല്ല. നിന്റെ വായിക്ക് വായിക്ക് എരിവ് താങ്ങാനുള്ള ശേഷിയില്ല, അതുകൊണ്ടാണ്. അതന്നെ. എന്റെ വീട്ടിലെന്ന് പറഞ്ഞാലേ അച്ഛന് എപ്പോഴും വായിൽ തൊലി പോവും. എപ്പോഴും വായിൽ മൊത്തം തൊലി പോവും. നിറയെ കുഞ്ഞു 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 പോളങ്ങൾ നിറയെ. അച്ഛൻ ഇങ്ങനെ ഇടുക്കുകളില്ലേ, ഈ ഇടുക്കുകളിൽ നാവിന്റെ അടിഭാഗത്തൊക്കെ നിറച്ച് മഞ്ഞ കളറുള്ള പോളങ്ങൾ വരും. അപ്പൊ അച്ഛന് അത് കാരണം എരിവ് അധികം പറ്റില്ല. അപ്പൊ എരിവ് അതന്നെയാണ് നിനക്കും പാരമ്പര്യം കിട്ടിയത്. അപ്പൊ എരിവ് വളരെ കുറവാണ് നമ്മള് വീട്ടില്. അങ്ങനെ ശീലിച്ചു ഞാൻ. ഭയങ്കര എരിവ് കുറവില്ല. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടാവോ? മൈക്ക് ഉണ്ടായിരുന്നില്ല. കേട്ടിട്ടുണ്ടാവും അല്ലേ? ചേട്ടന്റെ മൈക്കിൽ കൂടെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് എരിവാകുമ്പോഴത്തേക്കും കണ്ണും മൂക്കും ഇന്നൊക്കെ വെള്ളം വരുന്നത്. അപ്പൊ നല്ല രസകരമായ ഒരു കൂട്ടാനാണ് ഇട്ടത്. ഇത് ചിക്കൻ്റെ കഷ്ണങ്ങളില്ലേ ചെറിയ പീസുകളാക്കാം.
അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. നീ നോക്കിയാൽ കണ്ട ചെറിയ പീസുകളാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറിയ പീസിലാകുമ്പോൾ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചോറുണ്ണും, അതാണ് അതിൻ്റെ കുഴപ്പം. ചോറിന് ഇത്തിരി വേവ് കുറവാണ്. നാർത്ത് കൂട്ടിയായിരുന്നു, ഇപ്പം കൂട്ടിയാൽ മതിയായിരുന്നു. ചോറ് നമ്മൾ ഇന്ന് അടുപ്പത്തല്ലാട്ടോ വെച്ചാൽ കാലത്ത് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നോ, ഞാൻ പിന്നെ ഇടയിൽ പോയി കൂട്ടിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കൂട്ടാൻ നിങ്ങളെല്ലാവരും വെച്ച് നോക്കാം, അടിപൊളിയാണ്. വറുത്തരച്ചത് ഈ രീതിയിലാണ് ചെയ്യുക, മിക്സിയിൽ അരച്ചാൽ മതി. കാരണം എല്ലാവർക്കും അമ്മിയിലില്ല. സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ വരെ കമൻറ്റ് കണ്ടു, അമ്മികൾ ചില വീടുകളിലുണ്ടാവും, അതൊക്കെ ഒരു പുരാവസ്തു പോലെ നമ്മുടെ നെവിൻ ഫെർണാണ്ടസ് ആണ് എഴുതിയിട്ടുണ്ടാവും. ദുബായിലാണ്, ഗൾഫിലാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ പുറത്ത് പുരാവസ്തു പോലെ കിടക്കേണ്ട ആരും ഉപയോഗിക്കില്ല എന്ന്. അപ്പോൾ അമ്മി ഉപയോഗിക്കേണ്ട, ഇങ്ങനെ മിക്സിയിൽ അരച്ചു കൊടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് സാധനം. അപ്പോൾ അടിപൊളി കേട്ടോ. സമയമുള്ളവരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ അമ്മീമാരൊക്കെയാണ്. എനിക്ക് അമ്മീമാരൊക്കെ ഇഷ്ടാട്ടാ. ഇനി ഞാൻ കുറച്ച് ചോറും കൂടി എടുക്കും. ചോറ് കൂടിയില്ലേ സരിത ഈ പാത്രത്തേക്ക് ഇത് ചോറാണെന്നുള്ള ജഗ്ഗു വീണ്ടും ഒരു വായിക്ക് വേണ്ടിയിട്ട് നോക്കിയേക്കണോ. അതല്ല മൈക്ക് ഞാൻ പറഞ്ഞു കിട്ടാൻ എന്റെ അടുത്ത് വന്നതാ. അപ്പൊ നമുക്ക് നിർത്താം. ഇപ്പോൾ നമുക്ക് നിർത്താം. അടിപൊളി കൂട്ടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് അവരെ. നന്ദി, നമസ്കാരം. പരമാവധി ചവയ്ക്കാണ്ട് ശബ്ദം അതൊന്നും കുഴപ്പമില്ല. പപ്പടത്തിൻ്റെ